തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ സ്വയംഭൂ ആയിട്ടുള്ള ശിവനാണ്, അതും അഗ്നിസ്വരൂപനായിട്ടുള്ള ശിവനാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 25 ഏക്കറയിൽ പരന്നു കിടക്കുന്ന, അതായത് 4 മെയിൻ ഗോപുരങ്ങളടക്കം 9 ഗോപുരങ്ങൾ അടങ്ങിയ വലിയൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് പ്രാധാന്യം നൽകുന്ന അഗ്നിസ്വരൂപനായിട്ടുള്ള ശിവന് അണ്ണാമലയാർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാമലയാർ ക്ഷേത്രം എന്നും, ഇത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലുള്ളതിൻ്റെ പേരിൽ തന്നെ ഇതിനെ തിരുവണ്ണാമല ക്ഷേത്രം എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണ് ഈ കാണുന്നത്. ഏകദേശം 217 അടി ഹൈറ്റാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉയരം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശക്കാരാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ചില ആർക്കിയോളജിക്കൽ പഠനങ്ങൾ ഇത് 6-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം വന്ന ഒരുപാട് രാജവംശങ്ങൾ ഈ ക്ഷേത്രത്തിന് പുനരുദ്ധരണ പ്രവർത്തനങ്ങളും കൂടാതെ ഒരുപാട് കൂട്ടിച്ചേർത്തലുകളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൊത്തുപണികൾ നടത്തിയിട്ടുള്ള ഒരു സംഭവം കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട ഒരു കട്ട്ലയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട്ലമാരി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒറ്റ കല്ലിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരുപാട് കൊത്തുപണികൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും. ഇത് ശരിക്കും ഒരു എൻട്രൻസ് ആണ്, ഫസ്റ്റ് മെയിൻ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. കണ്ട അന്നത്തെ കാലത്തുള്ള ഒരു ആർക്കിടെക്ചറിക് സ്കില്ല് അല്ലച്ചെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ ഒരു കഴിവൊക്കെ കാണണമെച്ചെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഇവിടുത്തെ കൊത്തുപണികളും കരികല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്നത് ഒരു കാർത്തികേയൻ്റെ ക്ഷേത്രമാണ്. പക്ഷെ ആ ക്ഷേത്രത്തിന് അത്ര അധികം ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെയല്ല ഇതിൻ്റെ മെയിൻ. അവിടെ അത്ര അധികം ആൾക്കാരോ അല്ലച്ച ഭക്തരോ തൊഴുന്നത് കാണാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചങ്ങോട്ട് ദൂരം ക്യൂവിൽ നിന്നിട്ട് പോകണം. ആ കാണുന്ന ഗോപുരത്തിൻ്റെ അപ്പുറത്താണ്, അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. അതായത് അഗ്നിസ്വരൂപനായിട്ടുള്ള ശിവപ്രതിഷ്ഠ ഉള്ളത് അതിലാണ്. അതുകൂടാതെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പാർവതീദേവി ഉണ്ണാമലൈ അമ്മൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ക്ഷേത്രം കൂടി നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ ചെറിയ കുറേ ക്ഷേത്രങ്ങൾ കാണാം, ഒരു 4-5 ക്ഷേത്രങ്ങൾ. പക്ഷെ അവിടെയൊന്നും ഭക്തർക്ക് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ക്യൂ കൂടെ പോയിട്ട് അവിടെ തൊഴുതിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സൗകര്യമില്ല. കാരണം അത്രയധികം തിരക്കുണ്ട്. അങ്ങോട്ട് തിരിച്ചു വിടാൻ പറ്റാത്തതിൻ്റെ പേരിൽ എന്തോ അറിയില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. നമ്മൾ ഈ ക്യൂവിൽ വന്നിട്ട് ഭഗവാനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പുറത്തു പോകാനേ സാധിക്കുകയുള്ളൂ. അതായത് അഗ്നിസ്വരൂപനായിട്ടുള്ള അരുണാചലേശ്വര് ഭക്തജനങ്ങൾക്ക് കിഴക്കോട്ടാണ് ദർശനം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണാമലയമ്മനായിട്ടുള്ള പാർവതി ദേവിനെയും തൊഴുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഒരുപാട് ഉപദൈവങ്ങളുണ്ട്. അവരൊക്കെ തൊഴുതിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിന് വെളിയിൽ ഇറങ്ങാൻ. കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് തന്നെ, അതായത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ അരുണാചല പർവ്വതം എന്ന് പറഞ്ഞിട്ടൊരു മലയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു മലയ്ക്ക് ചുറ്റുമായിട്ട് ഭക്തർ ഗിരിവലം വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് നടത്താറുണ്ട്. ആ ഗിരിവലം വെക്കുന്ന വഴികളിലായിട്ട് 8 ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഗിരിവലം വെക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 14 കിലോമീറ്ററോളമാണ് നടക്കേണ്ടത്. ഈ ഒരു സൈഡിലായിട്ട്, അതായത് ഈ കാണുന്ന സ്ഥലത്ത് ഒരു മ്യൂസിയം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അന്ന് അത് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അതുകൂടാതെ ഇവിടെ ശിവഗംഗാ തീർത്ഥം, ബ്രഹ്മതീർത്ഥം എന്ന് പറഞ്ഞിട്ട് 2 തീർത്ഥക്കുളങ്ങളും ഈ കാണുന്ന ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 16 തൂണുകളുള്ള ദീപദർശന മണ്ഡപം, വസന്ത മണ്ഡപം, കല്യാണ മണ്ഡപം, 1000-കാൽ മണ്ഡപം തുടങ്ങിയുള്ള ഒരുപാട് മണ്ഡപങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ 1000-കാൽ മണ്ഡപത്തിനോട് ചേർന്നിട്ടാണ് പാതാളലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് രമണ മഹർഷി പണ്ട് കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചിരുന്നത്. ഒരു പക്ഷേ രമണ മഹർഷിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്കൊന്നും അറിവുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു പുതിയ തലമുറയിലൊക്കെ പെട്ട ആൾക്കാർ രമണ മഹർഷി ആരാണെന്ന് പോലും അറിയില്ല. രമണ മഹർഷി ഇവിടെ വളരെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുമായിരുന്നു. അങ്ങനെ തപസ് ചെയ്തിട്ട് പുള്ളിയുടെ ശരീരത്തിലൊക്കെ മൊത്തം പുഴുക്കളും പ്രാണികളും ഉറുമ്പുകളൊക്കെ അരിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഇവിടെയുള്ള കുറേ പേര് കൂടിയിട്ട് അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഉണർത്തിയിട്ട് മാറ്റിയിരുത്തുകയാണ് ചെയ്തതെന്നാണ് പറയണത്. പണ്ട് രമണ മഹർഷി തപസ് ചെയ്തിരുന്ന ഈ പാതാളലിംഗത്തിൻ്റെ അടുത്ത് ഇപ്പോൾ രമണ മഹർഷിയുടെ ഫോട്ടോസും ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
ഈ ക്ഷേത്രം കാലത്ത് 5:30 നട തുറന്നിരിക്കും. കാലത്ത് 5:30 നട തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12:30 ഇത് നട അടയ്ക്കുക. അതായത് ഉച്ചയ്ക്ക് 12:30. പിന്നീട് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണി വരെ നട തുറന്നിരിക്കും. നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ആ തിരക്ക് കാണില്ല. കാരണം ഇത് ഭയങ്കര ക്യൂ ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കൊത്തുപണികൾ നോക്കിയാൽ ഈ ഒരു മണ്ഡപത്തിൻ്റെ കാലുകളൊക്കെ കണ്ടാവും. വളരെ മനോഹരമായിട്ടാണ് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടാ, അതൊരു ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമുണ്ട്. വളരെ എളുപ്പമല്ല ഇങ്ങനെയൊന്നും കൊത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു വൈഭവം എന്ന് വേണമെച്ചാൽ പറയാം. ഈ ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സേലത്ത് വന്നിട്ട് സേലത്തുനിന്ന് തിരുവണ്ണാമലയ്ക്ക് 150 കിലോമീറ്ററാണ്. അതായത് എപ്പോഴും ബസ്സുണ്ട്. ഓരോ 10 മിനിറ്റിലും സേലം ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവണ്ണാമലയ്ക്ക് ബസ്സുകളുണ്ട്. പിന്നെ ലോക്കൽ ട്രെയിനുകളുണ്ട്. പക്ഷെ അത് അത്ര അധികമൊന്നുമില്ല എന്ന് മാത്രം. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള, അല്ലാച്ചെങ്കിൽ ചിലവ് കൂടിയതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള സാധാരണക്കാരനൊക്കെ താമസിക്കാൻ പറ്റാവുന്ന ഹോട്ടലുകളും ഇവിടെ ഒരുപാടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരിൽ അധികവും ഈ അണ്ണാമലൈ പർവ്വതം ഗിരിവലം വെക്കാനാണ് വരുന്നത്. ഏറ്റവും ആദ്യം ഈ അണ്ണാമലൈ പർവ്വതം ഗിരിവലം വെച്ചത് പാർവതി ദേവിയാണെന്നാണ് ഐതിഹ്യം. ഏകദേശം 14ഓളം കിലോമീറ്റർ ഈ മലയ്ക്ക് ചുറ്റും, അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർവ്വതത്തിന് ചുറ്റും നഗ്നപാതരായിട്ട് ഗിരിവലം വെച്ച് കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ഭക്തർ വിശ്വസിക്കുന്നത്. ഈ തിരുവണ്ണാമല ക്ഷേത്രത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം.